26-ന് തിരഞ്ഞെടുപ്പാണ്. 26-ാം തീയതി കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന് ഒരു വെല്ലുവിളിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ് മുരളീധരൻ. വെല്ലുവിളി നടത്തിയിരിക്കുന്നത് സഹോദരിയായ BJP നേതാവ് പത്മജയ്ക്കെതിരെ. ശ്രദ്ധിച്ചായിരുന്നു? പത്മജ എപ്പോഴാണ് ഈ പ്രചാരണ രംഗത്ത് വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. പത്മജ തൃശ്ശൂരിലും ചാലക്കുടിയിലും പ്രത്യക്ഷപ്പെടേണ്ടതാണല്ലോ. പക്ഷെ പത്മജ പത്തനംതിട്ടയിലൊന്ന് പോയിരുന്നു. അപ്പോൾ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. സമയമാവുമ്പോൾ രംഗപ്രവേശം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പത്മജ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ കുറേ കോൺഗ്രസ് അവർ ചേർക്കുന്നു. പത്മജയുടെയും മുരളിയുടെയും ഉടമസ്ഥതയിലുള്ള മുരളി ഭവനം അല്ലേ എന്ന വീട്ടിൽ വെച്ചിട്ടാണ് ഈ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ BJP മെമ്പർഷിപ്പ് എടുത്ത കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുണാകരൻ്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരങ്ങളിൽ ആദരാഞ്ജലി അർപ്പിച്ചു. മുരളി പൊട്ടിത്തെറിച്ചു. അതെ. അപ്പം മുരളി ഇവര് കോൺഗ്രസിൽ നിന്നും മാറി BJPയിൽ ചേരുമ്പോൾ തന്നെ എനിക്ക് പത്മജയോടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. അത് ഇവര് കുറച്ച് സോഫ്റ്റ് ആയിരുന്നു. പത്മജ വളരെ സോഫ്റ്റ് ആയിരുന്നു. അവര് ഒരു ചേട്ടൻ എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തൊക്കെയാണ് സംസാരിച്ചത്. ഞാൻ ചേട്ടന് വേണ്ടി എന്തെല്ലാം മാറിക്കൊടുത്തിട്ടുണ്ട്. ശരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പരിഗണനയൊന്നും പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു മുരളി മന്ദിരത്തിൽ എനിക്കും അവകാശമുണ്ട് എന്നൊരു വാചകം അന്ന് പറഞ്ഞിരുന്നു. ആ അവകാശം അവരിപ്പോൾ വിനിയോഗിച്ചു, എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ഉണ്ടല്ലോ, സ്വത്ത് കേസൊക്കെ വരുമ്പോൾ നമ്മൾ അവകാശം സ്ഥാപിക്കുക. പൊസഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പണ്ട് ദേശാഭിമാനിയിൽ പിന്നെ INTUC യൂണിയൻ തുടങ്ങിയതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അത് മറ്റേ രവിപുരത്ത് ഓഫീസ് ഉണ്ടായിരുന്ന കാലത്ത്. അപ്പോൾ അത് പൊസഷൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല വേറെയും ഇഷ്യൂസ്, സ്വത്ത് തർക്കങ്ങളുമൊക്കെ 26 കഴിഞ്ഞ് വരാം. അതാണ് അതിൻ്റെ ഇത്. പിന്നെ കുറേ കൂടി കാര്യങ്ങൾ തുറന്നു പറയും എന്നൊരു തോന്നലും എനിക്കുണ്ട്. ഈ പത്മജ മുരളിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവർ പുറത്തേക്ക് പോകുമ്പോൾ സോഫ്റ്റ് ആയിരുന്നു. തിരഞ്ഞെടുപ്പാണല്ലോ, ജയിക്കുകയാണെങ്കിൽ ജയിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകാം. സാർ ഒരു കാര്യം ചോദിക്കട്ടെ, മുരളി പത്മജ രണ്ട് ത്രാസിൽ വയ്ക്കുക. പൊളിറ്റിക്കൽ വെയിറ്റേജ് ആർക്കാണ്? നമുക്ക് തോന്നും മുരളിക്ക്. എൻ്റെ അഭിപ്രായത്തിൽ മുരളിക്കാണെന്ന് തോന്നും. പക്ഷേ മുരളി എത്രയോ തവണ ഈ പ്രസ്ഥാനത്തെ വിട്ടുപോയിട്ടുണ്ട്. പത്മജ ഒരിക്കൽ പോലും കോൺഗ്രസ് വിട്ടുപോയിട്ടില്ല. അത് അവർ പറഞ്ഞിട്ടുമുണ്ട്. 3 പാർട്ടികളുടെ അധ്യക്ഷനായിരുന്നു മുരളി. അച്ഛനെ പോലും പെരുവഴിയിൽ അനാഥനാക്കി ഉപേക്ഷിച്ച ആളാണ് മുരളി. രാഷ്ട്രീയമായി കരുണാകരൻ എപ്പോഴെങ്കിലും പരാജയപ്പെടുകയോ കരയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മുരളിക്ക് വഴങ്ങി വിധേയനായി കോൺഗ്രസ് പാർട്ടി വിടേണ്ടി വന്നതിൻ്റെ പേരിലാണ്. മുരളിയോട് ഈ പറഞ്ഞ പോലെ വലിയൊരു വിധേയത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ മക്കളോട് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. അത് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പത്രാധിപര് മുരളി ഈ ഗോശ്രീ പാലത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്ഥലം മേടിച്ചിരിക്കുന്ന മുരളിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി സകല ആരോപണങ്ങളും മുരളിയുടെ തലയിൽ കൊണ്ടുവെക്കുന്ന കാലത്ത് ഒരു പത്രാധിപര് വിമാനത്തിൽ വെച്ച് കരുണാകരനെ കണ്ടിട്ട് മകനെ ഒന്ന് നിലയ്ക്ക് നിർത്തിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഗുരുവായൂരപ്പനെ ഓർമ്മ വരുന്നത് എന്ന് കരുണാകരൻ പറഞ്ഞത് ഞാൻ ആ കാലത്താണ്. S. രമേശൻ നായർ വേറെ ഏതോ പേരിലോ മറ്റോ നാടകമൊക്കെ എഴുതിയില്ല. റേഡിയോ നാടകം അത് തന്നെ. അപ്പോൾ ആ കാലത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ മകൻ കാരണമാണ് ആ കാലത്ത് തിരുത്തൽ വാദം എന്ന് പറഞ്ഞിട്ട് ജി കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇന്നത്തെ പവർ സെന്റർ, അവരെല്ലാം കൂടി MI ഷാനവാസ്, അവരെല്ലാവരും കൂടി ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുകയും അൾട്ടിമേറ്റ്ലി അവർ ആൻ്റണി ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും കരുണാകരൻ ഇറങ്ങേണ്ടി വരികയും ഒക്കെ ചേരുന്നത്. പിന്നെ നരസിംഹറാവു അതിലൊരു മാത്രമല്ല, ആ കാലത്ത് വേറൊരു സംഭവം ഉണ്ടായി. ഈ നരസിംഹറാവു ആണല്ലോ പ്രധാനമന്ത്രി, ഈ കരുണാകരനെ പുറത്താക്കുന്നതൊക്കെ തീരുമാനിക്കുന്നതൊക്കെ.
അപ്പോൾ കരുണാകരൻ പല ഓപ്പറേഷൻസും രാഷ്ട്രീയത്തിൽ ചെയ്യുമല്ലോ. അപ്പോൾ നരസിംഹറാവുവിൻ്റെ അടുത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ് കറുപ്പയ്യ മൂപ്പനാർ, GK മൂപ്പനാർ. മൂപ്പനാരിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് K ശങ്കരനാരായണൻ, പിന്നീട് ഗവർണറൊക്കെ ആയ. മനസ്സിലായി. അപ്പോൾ ശങ്കരനാരായണനെ വിളിച്ചു. ശങ്കരനാരായണൻ സത്യത്തിൽ പഴയ സംഘടനാ കോൺഗ്രസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് വിഭജിച്ചപ്പോൾ. പക്ഷേ അദ്ദേഹത്തിനെയാണ് ദൗത്യം ഏൽപ്പിക്കുന്നത് കരുണാകരൻ. പോയി മൂപ്പനാരെ കാണണം, മൂപ്പനാർക്ക് റാവുവിൽ വലിയ സ്വാധീനമുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് എന്നെ ഇതിൽ നിന്ന് കളയരുത് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ദൗത്യം ഏൽപ്പിച്ചു. മൂപ്പനാരെ ചെന്നൈയിൽ പോയി എടുത്തിട്ട് ശങ്കരനാരായണൻ ഡൽഹിക്ക് പോയി. നരസിംഹറാവുവിനെ കണ്ടിട്ട് അവർ രണ്ടുപേരും ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഇയാളെ പുറത്താക്കണം. അങ്ങനെ അത്തരം ഓപ്പറേഷനുകളൊക്കെ നടന്ന കാലമാണത്. ഇതൊന്നും എഴുതിയാലും വരില്ലായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഷാനവാസ് ഒരു വീടെടുത്തിട്ട് ഈ പല ഓപ്പറേഷൻസും ഒക്കെ നടത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ PJ കുര്യൻ്റെ വീട്ടിൽ A ഗ്രൂപ്പുകാരുടെ ഒരു മീറ്റിംഗ് നടന്നു ആ കാലത്ത്. അപ്പോൾ ആൻ്റണി കേന്ദ്രത്തിൽ മന്ത്രിയാണ്, സിവിൽ സപ്ലൈസ്. അപ്പോൾ ആൻ്റണിയെ പരിഗണിക്കേണ്ട കാര്യമില്ലല്ലോ, മറ്റേ കരുണാകരൻ പോയി കഴിഞ്ഞാൽ ഉടനെ ഉമ്മൻചാണ്ടിയാണ് മന്ത്രി എന്നുള്ള തീരുമാനമായി. ഈ ഡിസിഷൻ അറിഞ്ഞിട്ടോ മറ്റോ ആ പഞ്ചസാര കുംഭകോണം പറഞ്ഞിട്ട് അത് കൽപ്പനാഥ് റായിയാണ് ചെയ്തത്, സഹമന്ത്രി. അതും പറഞ്ഞ് രാജിവെച്ച് ആൻ്റണി വന്നിരിക്കാൻ തുടങ്ങി വീട്ടിൽ ആ കുമാരപുരത്ത്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ അല്ലേ? അക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം ആർക്കും മനസ്സിലാകാതെ നടന്നത്. ചിലർ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ഓർക്കുന്നില്ലേ അങ്ങനെ ഒരു വാചകം പറഞ്ഞത്? ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നവർക്കും അതൊരു പിടിയും കിട്ടിയില്ല. അദ്ദേഹത്തിന് മാത്രം അറിയാവുന്നൊരു ചിലർ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ശരിക്കും ഉമ്മൻചാണ്ടിക്കൊക്കെ എതിരായ വാചകമാണത്. മുഖ്യമന്ത്രി വേറെ ആൾ തീരുമാനിച്ചല്ലോ. അദ്ദേഹത്തിനാണെങ്കിൽ ഡൽഹിയിൽ രുചിക്കുന്നുമില്ല. ഇവിടെ വന്ന് അദ്ദേഹം താമസം തുടങ്ങി കുറച്ച് ദിവസം, 2 മാസമോ 3 മാസമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ തീരുമാനമൊക്കെ എടുക്കുന്നത്. ഈ പത്മജ അപ്പോൾ ആ സമയത്തും ഒക്കെ ഈ പത്മജയ്ക്ക് മത്സരിക്കാനുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ മുരളീധരൻ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഫീലിംഗ് പത്മജയ്ക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പല ഗ്രൂപ്പുകാരെയൊക്കെ എതിരാക്കുകയും കുറച്ച് ഭാഗങ്ങളെ പത്മജ മനസ്സ് തുറന്നിട്ടുള്ളൂ. അതെ, അവർ ഈ മുരളിയെ പോലെ വെട്ടി തുറന്ന് പറയുകയോ സഹോദരിയാണെന്നുള്ള പരിഗണന ഇല്ലാതെ എന്തൊക്കെയാണ് മുരളി പറയുന്നത്, അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഏട്ടൻ എന്ന് മാത്രമാണ് ഏട്ടൻ എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി സത്യസന്ധയാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായ കാര്യങ്ങളാണ്. അതാണ് അവർ 22 ലക്ഷത്തിൻ്റെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അന്ന്, വിൻസെൻ്റ് വാങ്ങിച്ച പൈസ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഈ മാത്രമല്ല ഈ പത്മജ പറഞ്ഞതിൻ്റെ അകത്തെ ഒരു കാര്യം കരുണാകരൻ്റെ പൈതൃകത്തിനോടും മുരളി വേണ്ടത്ര. അതെ, കരുണാകരനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അച്ഛനെ വയ്യാതായിട്ട് വർഷങ്ങളോളം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനാണ് അച്ഛനെ നോക്കിയത് എന്ന് പത്മജ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഒരു സ്വാർത്ഥ താല്പര്യത്തോടു കൂടി നടക്കുന്ന ആളാണ് ഏട്ടൻ എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് ഈ കരുണാകരൻ്റെ സ്മാരകത്തിനെ പറ്റി പത്മജ എന്ന് പറഞ്ഞിരുന്നു. ആ സ്മാരകം വരരുത് എന്നാഗ്രഹിക്കുന്ന ആളാണ് ഏട്ടൻ എന്നുള്ള ഒരു താല്പര്യവും ആ പറഞ്ഞതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സുധാകരൻ, വൈസ് പ്രസിഡൻറ്റ് മുരളീധരനാണ്, ട്രഷററാണ് പത്മജ. അപ്പോൾ ആ സ്മാരകം അതിന് 1.5 കോടി രൂപ പിരിച്ചു. മണ്ഡലങ്ങൾക്കൊക്കെ 10,000 രൂപ എന്നൊക്കെ വെച്ചിട്ട് ടാർഗറ്റൊക്കെ കൊടുത്തിരുന്നു. 1.5 കോടി രൂപ പിരിച്ചു കിട്ടിയത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ട്രഷററായ പത്മജയ്ക്ക് അറിഞ്ഞുകൂടാ ഇതെവിടെയാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് സ്മാരകം സംബന്ധിച്ചൊക്കെ ഉണ്ട്. ഒരു കോൺഗ്രസ് വിചാരിച്ചാൽ എളുപ്പത്തിൽ നടപ്പാക്കാവുന്ന കാര്യമാണ്. AICCയോടും ചോദിക്കാം, ഇപ്പോഴല്ലേ പൈസ മരവിപ്പിച്ചിട്ട്. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് 26-ാം തീയതി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രബലമായ രാഷ്ട്രീയ കുടുംബത്തിൽ ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള പോരാട്ടം പരസ്യ പോരാട്ടമായി ഒരു വലിയ യുദ്ധമായി മാറുമോ?
അങ്ങനെ ഈ മുരളി അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സംഗതി എനിക്ക് തോന്നുന്നത്, ഇവർ തൃശ്ശൂരിൽ ഇനി പ്രചാരണത്തിന് ഇറങ്ങുമല്ലോ പത്മജ, ഇറങ്ങിയാൽ അത് ഭയങ്കര ഷോ ആയിരിക്കും. അത് റോഡ് ഷോ എന്ന് പറയുന്നത് ചില്ലറ അത് മുതലാക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. മാത്രമല്ല ഈ കരുവന്നൂർ ഇപ്പോൾ ഭയങ്കര പച്ചയായിട്ട് നിൽക്കുകയാണല്ലോ അവിടെ. അത് ഇടയ്ക്കത് പുറത്തേക്ക് പോയി എന്ന് വിചാരിച്ച സാധനമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഈ കേരള സ്റ്റോറിയൊക്കെ ഇങ്ങനെ വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് അത് വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? എന്ന് പറഞ്ഞ പോലെ കരുവന്നൂർ വന്ന് ബോംബ് എന്ന് പറഞ്ഞ സംഭവം 3 മണ്ഡലങ്ങളെ ബാധിക്കുമല്ലോ, വടകര, കണ്ണൂർ, കാസർഗോഡ്. അല്ല, കേരള സ്റ്റോറിയുടെ ഒരു പോക്ക് ഉണ്ടല്ലേ സാർ? കേരള സ്റ്റോറി കേന്ദ്ര സർക്കാർ DD ദൂരദർശനിൽ കാണിക്കാൻ തീരുമാനിക്കുന്നു. അതിനെതിരെ ഇടതുപക്ഷവും വലതുപക്ഷവും സതീശനും പിണറായി വാശിക്ക് പോരിയിടുന്നു. അവിടെ കൂടെ അത് കഴിഞ്ഞില്ല. വളരെ പെട്ടെന്ന് ഇത് കേരള സ്റ്റോറിയുടെ പ്രയോക്താക്കളായിട്ട് സഭയിലെ ചിലർ മാറുന്നു. സത്യത്തിൽ സഭയ്ക്കെതിരായുള്ള ഒരു സാധനമായിട്ട് മാറുന്നു. ദൂരദർശന് മുമ്പേ അവർ പ്രദർശിപ്പിച്ചിരുന്നു ഇടുക്കിയിൽ. തലശ്ശേരി രൂപത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, താമരശ്ശേരി രൂപത കാണിക്കുമെന്ന് പറഞ്ഞു, ഇടുക്കി രൂപത കാണിച്ചു. തലശ്ശേരി രൂപതയുടെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ഞങ്ങൾ കാണിക്കുന്നില്ല. KCYFന്റെ തീരുമാനം ഞങ്ങളുടെ തീരുമാനമല്ല എന്ന് പറഞ്ഞു. എന്നാലും സഭ അപ്പോൾ വലിയ വാർത്തയായി, തലശ്ശേരി രൂപത കാണിക്കുന്നില്ല എന്നുള്ളത്. KCYMന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ താല്പര്യങ്ങളല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ യുവതികൾ നഷ്ടപ്പെടുന്നുണ്ട്. 320 പേര് പോകാതെ തടഞ്ഞ കഥയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. 320 കഴിഞ്ഞ ദിവസം ഉള്ള ആ ഇടുക്കി രൂപതയിൽ വിതരണം ചെയ്ത കടലാസിൻ്റെ അകത്ത് 5500 പേരുടെ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്യൂ ആണ്. അല്ല, അവർക്ക് അറിയാൻ പറ്റും. ഒരുപക്ഷെ ഈ ഹിന്ദുക്കൾക്ക് ആയിരിക്കും അറിയാൻ പറ്റും, കണക്ക് നോക്കാതെ. അവർക്ക് ഒരു പള്ളിയുടെ ഇടവകയിൽ എത്ര പേരുണ്ട്, എത്ര പേര് പോയിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായി ഡാറ്റ ഉണ്ട്. ഈ ഞായറാഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് എന്താ മോനെ നീ വരാത്തേന്ന് വികാരി ചോദിക്കാറില്ലേ? ആരൊക്കെ ആരെങ്കിലുമൊക്കെ മിസ്സായി നഷ്ടപ്പെട്ടു പോയി ഒളിച്ചോടി പോയാൽ നിശ്ചയമായും പള്ളിയിലെ വികാരിക്ക് അല്ലെങ്കിൽ പള്ളിക്ക് അറിയാം. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ തൃശ്ശൂരില് പത്മജ മുരളി പോര്, സുരേഷ് ഗോപി നമ്മൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ കരുവന്നൂർ ഒരു ഇഷ്യൂ ആയിരിക്കെ, ലൈവ് ഇഷ്യൂ ആയിരിക്കെ, അതൊരു പ്രശ്നമായി ഇരിക്കെ പത്മജയുടെ രംഗപ്രവേശം കൂടി ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കിടയിൽ ഇവർ തമ്മിലുള്ള ഒരു പോരുണ്ടാവുകയും പത്മജ ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്താൽ 26 വരെ മുരളി കാത്തിരിക്കേണ്ടി വരത്തില്ല പണി കിട്ടാൻ. അപ്പോൾ ആ ഭയം മുരളിയെ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ തഴയാൻ പറ്റുമോ, അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് മുരളി. അല്ല, തൃശ്ശൂരുകാർക്ക് ഒരുപാട് കഥയൊക്കെ അറിയാം. തൃശ്ശൂരിലെ രാമനിലയ ലീലകളൊക്കെ മലയാളം മറന്നിട്ടൊന്നുമില്ല. ഓർമ്മയുള്ള ആളുകൾ, പുതിയ ചെറുപ്പക്കാർക്ക് അറിയില്ലായിരിക്കും, പഴയ ആളുകൾക്ക് അറിയാം. നേരോ തെറ്റോ എന്നറിയില്ല. അങ്ങനെയും ചില കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട് നമുക്ക് പറയാൻ പറ്റാത്തത്. അതിന്റെ നിജസ്ഥിതിക്ക് നമ്മൾ ആരും സാക്ഷിയോട്. പക്ഷേ ഒരു കാലത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട കഥകളാണ്. ഇങ്ങനെ ആളുകളെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് ഇപ്പം എന്തൊക്കെയാണെങ്കിലും 26 കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്നൊക്കെ പത്മജയോട് പറയുന്ന ഒരു ഭീഷണിയാണ്. പത്മജ ഞാൻ കണ്ടിട്ടുള്ളത്, അവര് ഈ സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടും സാമാന്യമായി മിടുക്കുണ്ടാവും. പെരുമാറ്റം ആളുകൾ വളരെ ആക്സസിബിൾ ആണ്. അവര് ആളുകളോട് നന്നായിട്ട് പെരുമാറുകയും എല്ലാം നോക്കുകയൊക്കെ ചെയ്യും. അമ്മയുടെ ആ ക്വാളിറ്റി എല്ലാവർക്കും ചായ കൊടുക്കുകയും അതൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അച്ഛനെ പോലെ തന്നെ ഉള്ള പത്മജയ്ക്ക് കൂടുതലുണ്ട്. അത് ഏതായാലും മുരളി വല്ലാതെ ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പരസ്യമായി സഹോദരിയെ 26-ന് ശേഷം കാണിച്ചു കൊടുക്കാമെന്നൊക്കെ തൃശ്ശൂരുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കി. അതെ, തൃശ്ശൂർ മാത്രമല്ല ചാലക്കുടിയിലും ഒരു അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും. ഒന്നാമത് ചാലക്കുടിയിൽ ഇപ്പോൾ ഈ 2020 ഒരു സ്ഥാനാർത്ഥി ചാൾസ് നിൽക്കുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ ഇല്ലാത്തൊരു ഭീഷണിയാണുള്ളത്. ഒരു 50,000 വോട്ടൊക്കെ പിടിക്കുന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അതെ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. തൃശ്ശൂരിലെ മുരളിക്കെതിരെ മുരളി തന്നെ പത്മജയുമായും ഒരു പോർമുഖം തുറന്നിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും.